വേൾഡ്. ഞാൻ ഹിസാന. അപ്പൊ ഇന്ന് ഏതായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്? അതെ, ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ വർക്ക്ഷീറ്റ്സും ആൻസേഴ്സും ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ടീച്ചർ ഒരു പുതിയ പാഠം എടുത്തല്ലോ. ഏതാണ് ആ പാഠം? അതെ, ദി സോങ്സ് ഓഫ് സോങ്സ്. ഡാൻസിനെ കുറിച്ചും അക്ബർ ചക്രവർത്തിയെ കുറിച്ചുമാണ് ഈ പാഠം ഉള്ളത്. മെയിൻ ആയിട്ട് ഇതിലെ സോങ്സിനെ കുറിച്ചാണ് പറയുന്നത്, മ്യൂസിക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിന്ന് ടീച്ചർ തന്ന വേർഡ്സ് നോക്കാം. അപ്പൊ ടീച്ചറെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 59 ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പട്ടിക കാണാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വൺ ഹു പ്ലേസ് ഇറ്റ്. ഇപ്പൊ പിയാനോ പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? അതെ, പിയാനിസ്റ്റ്. തബല പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ തബലിസ്റ്റ് എന്നും, ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ ഫ്ലൂട്ടിസ്റ്റ് എന്നും, ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ ഗിറ്റാറിസ്റ്റ് എന്നുമാണ് വിളിക്കുക. എന്താണ്? പിയാനോ പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ പിയാനിസ്റ്റ് എന്നും, തബല പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ തബലിസ്റ്റ് എന്നും, ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ ഫ്ലൂട്ടിസ്റ്റ് എന്നും, ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ആളെ നമ്മൾ ഗിറ്റാറിസ്റ്റ് എന്നാണ് വിളിക്കുക. ഇനി അടുത്ത വർക്കിലേക്ക് പോവാം. പേജ് നമ്പർ 56 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റീറൈറ്റ് മെമ്മോയർ ഓഫ് മൈക്കിൾ ജാക്സൺ ടു എ പ്രൊഫൈൽ. അപ്പോൾ ഇവിടെ മെമ്മോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ച് എഴുതുന്നതിനെയാണ് മെമ്മോയർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാളെ വെച്ച് എഴുതുന്നതിനെയാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 56 മൈക്കിൾ ജാക്സൺ മെമ്മോയർ വെച്ചിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പ്രൊഫൈലിലേക്ക് എഴുതാനാണ് ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം ഇതാണ്. Michael Jackson always wanted to be able to tell stories that came from his soul. He would like to sit by a fire and tell people stories. Make them see pictures, make them cry and laugh, take them anywhere emotionally with something as deceptively simple as words. He would like to tell tales to move their souls and transform them. He always wanted to be able to do that. He wanted them imagine how the great writers must feel knowing that they had that power. He sometimes felt he could do that. It was something he would like to develop. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത് നമ്മൾ AR റഹ്മാന്റെ ഒരു കുറിപ്പ് ഞാൻ എന്ന രീതിയിലാക്കണം. AR റഹ്മാന്റെ പ്രൊഫൈല് പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് പേജ് നമ്പർ 56. അത് നമ്മൾ മെമ്മോയർ ആക്കണം. റീഡ് ദ പ്രൊഫൈൽ ഓഫ് AR റഹ്മാൻ, ഇമാജിൻ ദാറ്റ് യു ആർ AR റഹ്മാൻ ആൻഡ് റീറൈറ്റ് ദ പ്രൊഫൈൽ ഇൻടു മെമ്മോയർ. നമുക്കിതിന്റെ ഉത്തരം നോക്കാം. I am popularly known as the man who has redefined contemporary Indian music. I was hailed by the Time magazine as the Mozart of Madras. I pursued music as a career from childhood. In 1991, the noted filmmaker Mani Ratnam offered me a movie called Roja, which brought me nationwide fame and many awards. I have won the national award 3 times. In 2008, my work gained global prominence with my score from the film Slumdog Millionaire. I have been bestowed with the Padma Bhushan and the Padma Shri, two of India's highest national civilian honors, in recognition of my contribution to music. I was also named by the Time as one of the 100 most influential people in the world in 2009.
ഇതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കുറെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്താണെന്ന ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.